ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും എൻ്റെ വെൻസാൻ്റെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിത് ഫസ്റ്റിൻ്റെ ജേണിയാണ്. ഇപ്പം നിങ്ങളെ സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അൽഫാം ഗ്രില്ലാണ്. എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ നമ്മൾ ഇന്നോട് ആ ഒരു വൈബ് നമ്മൾ തിരിച്ച് കൊണ്ടുവരികയാണ്. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ മച്ചന്മാരെ, നമ്മളിപ്പോൾ അതിന് സെറ്റാക്കാൻ വേണ്ടി ഒരു അടുപ്പൊക്കെ സെറ്റാക്കണം. അത് നമ്മൾ ഇൻ്റർലോക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് നമുക്ക് സെറ്റാക്കാം. ഇനി നമ്മൾ ചാർക്കോളും കാലിനൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കാൻ പോവാണ്. ഒരു ന്യൂസ് പേപ്പർ വേണം. ന്യൂസ് പേപ്പർ വെച്ച് ഇതാ, ന്യൂസ് പേപ്പറിനെ മണ്ട ഇട്ടാൽ മതി കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇത്ര നമുക്ക് വെച്ചിട്ടേ ചിരട്ടയും കാലിനൊക്കെ വെച്ച് നോക്കാം. നമ്മളെ ഫിറോസണൊക്കെ ഇൻസ്പിറേഷൻ, ഫിറോസണ ജിയോ മച്ചാൻ അതൊക്കെ നമ്മളെ ഇൻസ്പിറേഷൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ നടക്കുമെന്ന് നോക്കാം നമുക്ക്. നമ്മൾ ഫസ്റ്റ് പരിപാടിയാണിത്. ഇത് ആവൊന്നും അറിയില്ല. മച്ചാമാരെ, നമുക്ക് ഇടയ്ക്ക് വെച്ച് മുട്ടം പണി ഇട്ടിട്ടുണ്ട് കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, നമുക്ക് ഈ സാധനം കത്തിക്കാറിനൂടെ, അത്രേ ഉള്ളൂ. നമ്മുടെ വീടിന്റെ അടുത്തുള്ള 2 ആന്റിമാര് വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. നമ്മൾ ആന്റിമാരൊക്കെ ചേർന്ന് ആ കനലൊക്കെ കത്തിച്ചെടുത്ത് ഇനി നമുക്ക് ബാക്കി ആ കോഴിയെ ഒന്ന് സുന്ദരനാക്കി എടുക്കണം. ഇനി നമുക്ക് അങ്ങോട്ട് പോയല്ല. അപ്പൊ മച്ചന്മാരെ, നമ്മൾ അതിനെ വലിയ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഫണ്ടിന് ഒതുങ്ങുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ എടുത്തിരിക്കുന്നത് കുറച്ച് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ. അങ്ങനെ ഇത് മുഴുവൻ നമുക്ക് മിക്സിലിട്ട് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് തൈരും കൂടെ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അരച്ച സാധനം നേരെ നമുക്ക് കോഴിയിലേക്ക് തന്നെ തേച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ അരപ്പും കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ല സുന്ദര കൂട്ടപ്പനായിട്ട് തന്നെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത പരിപാടി ചിക്കൻ എടുത്ത് ഗ്രില്ലിൽ വെക്കുക. നമ്മളെ ഫസ്റ്റ് ട്രൈ കൊണ്ട് നമ്മൾ സഹായത്തിന് നമ്മൾ ആന്റിമാരൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം മച്ചന്മാരെ സാധനം ഇങ്ങനെ വെന്തോണ്ടിരിക്കുക. നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദൈവം സഹായിച്ച് മഴയും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ പോയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ പയ്യന് അതിൻ്റെ അകത്തിരുന്ന് നല്ല രീതിക്ക് തന്നെ വേവുന്നുണ്ട്. നമ്മളങ്ങനെ കാത്തിരുന്ന് ഏകദേശം 2 പീസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തോടെ 7-8 പീസുണ്ട്. രാത്രി ആവുന്ന മുമ്പേ എല്ലാം റെഡിയായി കിട്ടിയാൽ മതിയായിരുന്നു. അവസാനം നമ്മൾ ഏകദേശം ഒരു 6-7 മണിയൊക്കെ ആയപ്പോൾ ഏകദേശം 2-3 പീസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ട് 2-3 പീസൊക്കെ, അതൊക്കെ നമ്മൾ ഇനി പെട്ടെന്ന് തന്നെ റെഡിയാക്കി തീരണം. അപ്പം അച്ഛന്മാരെ, നമ്മൾ ഏകദേശം 2-3 മണിക്കൂറായി പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്. ഒരു കാര്യം നടക്കത്തില്ല എന്ന് വിചാരിച്ചാണ്. അപ്പം നമ്മൾ 2 ആൻറ്റിമാർ വന്നാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു തന്നത്. ഇപ്പം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫ്ലോപ്പായി പോകുമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഈ ഇടയ്ക്കൂടെയൊക്കെ എണ്ണയൊക്കെ കാര്യങ്ങൾ തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ചിക്കൻ ഏകദേശം വെന്തോണ്ടിരിക്കുകയാണ്. എത്ര സമയമെന്ന് അറിഞ്ഞൂടാ, കരിഞ്ഞു പോവോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. എന്നാലും നോക്കാം. നല്ല കിട്ടിയിട്ടുണ്ട്. നോക്കടാ, ഏകദേശം ഒരു എത്ര മണിയാണോ? 7-8 മണിയാണോ? 2 മണിയാറ്. എന്തോ ഇവിടെ വീട്ടിൽ പോവോ? ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? അത് വെന്തെന്ന് തോന്നാട്ടാ. കപ്പം ഇടയിലോട്ട് മാറ്റാം. അതിലോട്ടൊന്നും എടുത്തില്ല. എന്തോ വരികയാണ് ആൾക്കറിയ. ഇടയിൽ കൂടെ ഒരു പീസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കതും എക്സ്പീരിയൻസ് കുറവുണ്ടായിരിക്കും. അത് അപ്പഴേ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുറെ പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായി. പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് അങ്ങ് എടുത്തു കൊടുത്തു. അങ്ങനെ നമ്മൾ ഏകദേശം കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാനുള്ള പരിപാടി ചെയ്തല്ല. അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് വാഴയിലേക്കകത്താണ് പരിപാടി എല്ലാം ചെയ്യാൻ പോകുന്നത്.
അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ. കൊള്ളാവോ? കൊള്ളാടാ. എങ്ങനെയുണ്ട്? അങ്ങനെ മച്ചന്മാരെ നമ്മൾ അവസാനം പ്രതീക്ഷിച്ച കണക്ക് തന്നെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചൊക്കെ പണി കിട്ടിയെന്ന് വിചാരിച്ചാണ്. പിന്നെ അതെല്ലാം റെഡിയായി. ഇപ്പം എല്ലാരും കഴിച്ച് അവസാനം എല്ലാം സെറ്റായി. അങ്ങനെ കുറേ ദിവസം കൊണ്ട് വിചാരിച്ചാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന്. പക്ഷെ ഇടയ്ക്ക് വെച്ച് മഴയും പിന്നെ നമുക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണമായിരുന്നു. അതൊക്കെ സെറ്റായി വന്ന അവസാനം. അപ്പം മച്ചന്മാരെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെന്തുവാ, നമ്മുടെ ഫസ്റ്റിലത്തെ ട്രൈ ആണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. കമന്റ് ഇട്ടാൽ മതി. നമ്മൾ ഫസ്റ്റിലത്തെ ട്രൈ ആണ്. എല്ലാം പാളിസായി പോയി വിചാരിച്ചത്. അപ്പം എല്ലാം സെറ്റായി. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.